ഹായ് ഡാ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനല്ല കേട്ടോ വന്നിരിക്കുന്നത്, നിങ്ങളോട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കഥ പറയാടാ. രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. രണ്ട് സുഹൃത്തുക്കള് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന, ഒരു പരീക്ഷ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണ്. അപ്പൊ രണ്ടുപേരും വളരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. രണ്ടുപേരും 4 മണിക്കൂർ വീതം പഠിക്കാന്നൊക്കെ തീരുമാനിച്ച് രണ്ടുപേരും പഠിക്കാൻ തീരുമാനിക്കുകയാണ്. അതിൽ എക്സ് ഓർ വൈ നമുക്ക് പറയാം കേട്ടോ. ഇതിൽ എക്സ് എല്ലാ ദിവസവും 4 മണിക്കൂർ പഠിക്കും. പക്ഷേ 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല. പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പുള്ളി ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാറുണ്ട്, ഫോൺ നോക്കാറുണ്ട്, വാട്സാപ്പ് ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, കോളുകൾ വരുന്നെങ്കിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും, പഠിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം തീർക്കും. പിന്നീട് എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പഠനത്തിന്റെ ഇടയിൽ ഡിസ്ട്രാക്ഷൻ വരുന്ന യാതൊരു തര കാര്യങ്ങളും അദ്ദേഹം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ പഠിക്കും, പിന്നെന്താണ് കുറച്ചു നേരം ഒന്ന് ബ്രേക്ക് എടുക്കും, വീണ്ടും പഠിക്കും. ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ പഠനം പോകുന്നത്. റിസൾട്ട് വന്ന സമയത്ത് ഈ ആദ്യത്തെ ആള് പറയാണ്, ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ ആള് ആ സമയത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഫോക്കസ് ഉണ്ടായിരുന്നു, ഒരാൾക്ക് ഫോക്കസ് ഇല്ലായിരുന്നു. എടാ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ മാജിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരു പ്രശ്നമുണ്ട്. അവന് ഒരേ സമയം അറ്റ് എ ടൈം ഒരു കാര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫോക്കസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവനത് ഒരു കാര്യമായിരുന്നാൽ അവനത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും, അതിനുള്ള എഫക്റ്റ് നമുക്ക് തരുകയും ചെയ്യും. പക്ഷെ അതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്ക്? നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അല്ലെ. സോ അതിന് നമ്മൾ ഈ ടാസ്ക് സ്വിച്ചിങ് എന്നാണ് പറയുക. ടാസ്ക് സ്വിച്ചിങ്. ഈ ടാസ്ക് സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് ഭയങ്കര മടിയാണ്. സോ അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയം എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം അല്ലെ. നമ്മൾ എന്ത് പഠിക്കുന്നു, എപ്പോൾ പഠിക്കുന്നു, ഏത് വിഷയമാണ് പഠിക്കുന്നത്, ഈ വിഷയം പഠിച്ചത് കൊണ്ട് അതിനകത്ത് എത്രമാത്രം എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി, ഇതെല്ലാം നമ്മൾ വളരെ അധികമായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം അല്ലെ. സോ ഈ പറഞ്ഞ പോലെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു എഫേർട്ട് കിട്ടണം എന്ന് ഇല്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പറയുന്ന നിങ്ങളും ഒരു എക്സാമിനെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്തായിരിക്കണം, വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം പഠിക്കാനുള്ളത്. മൾട്ടി ടാസ്കിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫോണ്, ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെക്കണം എന്നുള്ളതാണ്. സോ ആദ്യത്തെ ആള് ഭയങ്കര ബിസി ആയിരുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു, അതിന്റെ ഇടയിൽ പഠിച്ചു. പക്ഷെ ആള് പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു അല്ലെ. പക്ഷെ സെക്കൻഡ് ആൾ എല്ലാം ബിസി ഒന്നും അല്ലായിരുന്നു, പഠിക്കുന്ന കാര്യത്തിൽ വളരെ ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്താണ് പഠിച്ചത്. പക്ഷെ ആൾ ആള് പ്രൊഡക്റ്റീവ് ആയിരുന്നു. ആ പഠിച്ച കുറച്ച് സമയമാണെങ്കിലും അയാള് പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു എന്നുള്ളതാണ് അല്ലെ. ഇനിയിപ്പം അത് അടുത്തെന്ന് പറഞ്ഞില്ല, ഇന്ററപ്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മുടെ ഫോൺ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ആണ് ഈ ഫോൺ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ശേഷം എന്ത് ചെയ്യാടാ, പഠിക്കാനിരിക്കുക. വാട്സാപ്പിൽ വരുന്ന മെസ്സേജസ്, മെയില്, ഫോൺ കോൾ, ഇതൊക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സമയം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം വളരെ ഫോക്കസ് ചെയ്ത് ആ ഒരു കാര്യം മാത്രം ചെയ്യുക. ശേഷം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 45 മിനിറ്റ് പഠിക്കാൻ എടുത്തു എന്ന് വെച്ചോളൂ. ഒരു 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ. ആ 10 മിനിറ്റ് നോട്ടിഫിക്കേഷൻ നോക്കാൻ പോകരുത്. ആ 10 മിനിറ്റ് ഈ പഠിച്ചത് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീറ്റ് നടക്കാനോ. അതായത് നമ്മളൊരു സ്റ്റഡി റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാപ്റ്റർ ഇപ്പൊ വായിക്കണമെന്ന് വെച്ചോളൂ. ആ വായിച്ച ചാപ്റ്റർ പകുതി വെച്ച് നമ്മൾ നിർത്തിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഒരു വിശ്രമ വേളയ്ക്ക് പോകുന്നതെന്ന് വെച്ചോളൂ. അതൊരു 10 മിനിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ ചാപ്റ്ററിൽ എവിടെയാണ് നിർത്തിയത്, എന്താണ് നമ്മൾ പറഞ്ഞത് എന്നൊക്കെ ഉള്ള മൈൻഡ് നമ്മളെ ഉണ്ടാവും. നമുക്ക് അറിയാമായിരിക്കും. കാര്യം നമ്മുടെ ബ്രെയിന് അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പോയില്ല, വേറെ ഒന്നും ചർച്ചിക്കാനോ എന്നുള്ളൊരു വാക്കില്ല, ചർച്ച ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യാൻ പോയിട്ടില്ല അല്ലെ. യെസ്. സോ പക്ഷേ
എന്താണ് നമ്മുടെ ബ്രെയിൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവന് ഓർമ്മയുള്ളത്. അവന്റെ ഇടയിൽ എന്താണ് വേറെ കാര്യങ്ങളൊന്നും അവന്റെ തലയിലേക്ക് വന്നില്ല അല്ലെ. സോ അവൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരികയാണെങ്കിൽ എന്താണ് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റീകോൾ ചെയ്ത് അവൻ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. സോ രണ്ടാമത് നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഫോക്കസ് എന്ന് പറയുന്ന കാര്യമാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ്. ഞാൻ ഇവിടെ ഡിസ്ട്രാക്ഷൻസ് എന്നും കൂടെ എഴുതാം. ഡിസ്ട്രാക്ഷൻസ് ആണ് കേട്ടോ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാകുക? സൊല്യൂഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെക്കുക എന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ 30 അല്ലെങ്കിൽ 45 മിനിറ്റ് എടുത്തിട്ടുള്ള സെഷൻസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? 30-45 മിനിറ്റുള്ള സെഷൻസ് എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. 5-10 മിനിറ്റ്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പോകരുത് കേട്ടോ. അപ്പൊ 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ അന്ന് എന്ത് ചെയ്യുകടാ, അങ്ങ് ഓഫാക്കി വെക്കുക. പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ അങ്ങ് ഓഫാക്കി. ഒരു തരത്തിലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും നമ്മളെ ചുറ്റുവട്ടത്തും എന്ത് ചെയ്യാൻ കൊണ്ട് വെക്കാൻ പാടില്ല. അത് തീർത്തും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അറ്റ് എ ടൈം 1 സബ്ജക്ട് മാത്രം പഠിക്കുക എന്നുള്ളത് അല്ലെ. സോ എല്ലാരും പറയത്തില്ല 8 മണിക്കൂർ പഠിച്ചു, 4 മണിക്കൂർ പഠിച്ചു. എങ്ങനെ പഠിക്കുന്നത്? 8 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ 8 മണിക്കൂർ പഠിക്കാൻ വേണ്ടി ഇരുന്ന് വളരെ സ്ട്രെസ് ആയിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ലടാ. പഠിക്കുന്ന സമയം വളരെ കൃത്യമായിട്ട്, അതൊരു അരമണിക്കൂറാണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും നമ്മൾ വളരെയധികം ഫോക്കസ് ആയിട്ട് നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഈ പറഞ്ഞ കാര്യം വളരെ വളരെ ഒരു ചെറിയൊരു കാര്യമാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ മൾട്ടി ടാസ്കിങ് നിർത്തുക എന്നുള്ളത്. ഒരിക്കൽ നിങ്ങൾ ആലോചിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് അറ്റ് എ ടൈമിൽ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ള എന്തുള്ളൂ, കപ്പാസിറ്റി ഉള്ളൂ. അതായത് അല്ലെങ്കിൽ അവൻ അതാണ് ഇഷ്ടം. ഒരിടത്തിന് വേറൊരു കാര്യത്തിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാൻ അവന് ഭയങ്കര പ്രശ്നമാണ്. ഇത് നമുക്ക് സ്ട്രെസ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പൊ LDCയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു LDS LGS ഒക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇയേഴ്സ് ഒക്കെ വന്നിട്ട്. അപ്പൊ ഈ നമുക്ക് എന്താണ് വളരെ ശ്രദ്ധയോടുകൂടി അതൊരു കാര്യത്തിലേക്ക് നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. വളരെ ഫോക്കസ് ആയിട്ട് നമ്മളത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും എണീച്ചു പോയി തിരിച്ചു വന്നിരുന്നപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല, ഓർമ്മയില്ല. കണ്ടിന്യൂഷൻ അങ്ങ് പോയാൽ പിന്നെ അത്രയും ടൈം കൺസ്യൂം ചെയ്തത് വെറുതെയായി. അത്രയും ടൈം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒന്നേന്നിരുന്ന് നമ്മുടെ ടെക്സ്റ്റ് നോക്കി എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ആ ഒരു മൂഡിലേക്ക് വീണ്ടും വരണം. അത് ഭയങ്കര പാടാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ആരെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചോടാ, ഒരിക്കലും നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ വളരെ ഫോക്കസ് ആയിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം പഠിക്കാനിരിക്കാൻ. അത് എത്ര സമയം ആയിക്കൊള്ളട്ടെ, ഒരു 10 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, എന്തോ ആയിക്കൊള്ളട്ടെ, എത്ര സമയമോ ആയിക്കൊള്ളട്ടെ. പക്ഷെ പഠിക്കുന്ന സമയം എന്ത് ചെയ്യണം, ഇവിടെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് പഠിക്കുക. സോ ഈ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇനി മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം മുതലെങ്കിലും പഠിക്കാനിരിക്കുന്നവര് ഒരിക്കലും പഠനത്തിന്റെ ഇടയിൽ മറ്റൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിലേക്കും പോകരുത് കേട്ടോ. അപ്പൊ അതാണ് ഇനി പറയാനുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കൽ മാത്രമല്ല, യഥാർത്ഥത്തില് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ശീലം ഇല്ലാതാക്കുക എന്നുള്ളൊരു തീരുമാനമെടുക്കലിന്റെ തുടക്കം കൂടെയാണ്. സോ എല്ലാം ഇനി വരുന്ന എക്സാംസിന് എല്ലാത്തിനും വളരെ ഫോക്കസ്ഫുൾ ആയിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതേപോലുള്ള മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. Bye. Take care.